ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം നമുക്ക് ഏതൊരു ഭാഗം വേണമെങ്കിലും ഈ കവറിൻ്റെ എടുക്കാൻ പറ്റും. ഇങ്ങനെ അങ്ങ് പിടിക്കണം. ഈ ഒരു കോൺ ഷേപ്പ് പോലെ ആക്കിയിട്ട് ഇവിടെ അങ്ങ് കട്ട് ചെയ്യുക. ഇതുപോലെ നമുക്ക് എത്ര പീസാണോ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അത്രയും ഒരു കവർ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടാവും. ഞാനൊക്കെ പണ്ടൊക്കെ എത്രയോ കവേഴ്സ് വേസ്റ്റ് തട്ടാറുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം കട്ട് ചെയ്തത് വീണ്ടും അതേ കവറിനകത്ത് വെച്ചിട്ട് സെയിം അളവിൽ വീണ്ടും ഇതുപോലെ അങ്ങ് പിടിച്ച് കറക്റ്റായിട്ട് അതേ അളവിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടാവും. ശരിക്കും ഇത് കളേഴ്സ് ആയിട്ട് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പിങ്ക്, അതുപോലെ റെഡ്, വൈറ്റ് എല്ലാം മിക്സായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ നൂല് ചുറ്റുക കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ചുറ്റണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ശരിക്കും അങ്ങ് നിവർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് പല കളേഴ്സിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.